നിങ്ങൾക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുക എന്ന ശ്രമകരമായ ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ചെയർമാനായും ശ്രീ ഷാഫി പറമ്പിൽ കൺവീനറുമായിട്ടുള്ള ഈ കമ്മിറ്റി വളരെ ഗൗരവപൂർവ്വം ഈ കാലത്തെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആവേശപൂർവ്വം ഇറങ്ങാനുള്ള പരിപാടികൾക്കാണ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. ഈ പ്രചരണ വേളയിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുന ഖാർഗെ, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, വയനാടിലെ പാർലമെൻറ്റ് അംഗമായ പ്രിയങ്കരിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ ഈ പ്രചരണ രംഗത്ത് സജീവമായി തന്നെ കേരളത്തിലുണ്ടാകും. അവർ ഞങ്ങളോട് അത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾക്ക് രൂപം നൽകുന്നതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര അഭൂതപൂർവമായ ജനക്കൂട്ടം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കത്തക്ക നിലയിലാണ് ഈ യാത്രയുടെ ഓരോ സ്വീകരണ പരിപാടികളും മുന്നോട്ട് പോകുന്നത്. യാത്ര ഒരു വൻ വിജയമാണ്. യാത്രയുടെ സമാപനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി മാർച്ച് 7-ാം തീയതി തിരുവനന്തപുരത്ത് പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് കൺഫേം ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ 10 വർഷമായി UDF പ്രതിപക്ഷത്താണ്. അധികാരത്തിൻ്റെ സൗകര്യങ്ങളോ ഇല്ലാതെ കേരളത്തിലെ മുഴുവൻ UDF പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്കുള്ള ജൈത്രയാത്രയാണ് UDF നടത്തിയത്. ചേലക്കര ഒഴിച്ചുള്ള എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും UDF വിജയിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും UDF ജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയം UDF നേടുകയുണ്ടായി. എന്നാൽ ഈ വിജയത്തെ മുഴുവൻ അംഗീകരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ വിജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കൽ പോലും ജനാധിപത്യത്തിലൊരു മര്യാദയുണ്ട്, ജയിച്ചവരെ അഭിനന്ദിക്കുക എന്നുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുവരെ UDFൻ്റെ ഈ വിജയം നേടിയ ഒരു ഘട്ടത്തിലും ഒരു വാക്ക് അഭിനന്ദിക്കാൻ തയ്യാറായിട്ടില്ല. ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഫയലുകൾ മറിച്ച് നോക്കുക. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ UDF ജയിച്ചപ്പോൾ ഒരു നന്ദി വാക്ക് പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല, ഒരു അഭിനന്ദനം പറയാൻ തയ്യാറായിട്ടില്ല. അത്ര രാഷ്ട്രീയ വിരോധം വെച്ചു പുലർത്തുന്ന ഒരു നയമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഇന്ന് ഈ വിജയങ്ങളൊക്കെ നേടി UDF വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായൊരു തിരിച്ചുവരവ് നടത്തുമെന്ന് അറിഞ്ഞിട്ടും കപട ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരാജയപ്പെട്ട് പടുകുഴിയിൽ കിടന്നിട്ടും കപട ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കള്ളപ്രചാര വേലകളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗവൺമെൻറ്റും പാർട്ടിയും ഒന്നായിരിക്കുന്നു. കേരളത്തിൽ ഗവൺമെൻറ്റും പാർട്ടിയും ഒന്നാണ്. പാർട്ടിയുടെ പരസ്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കേരളത്തിലെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനം AKG സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതായിരുന്നു ബംഗാളിൽ തുടർഭരണത്തിൻ്റെ പേരിൽ നടന്നത്. പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല.
പാർട്ടിയുടെ പ്രചാരവേലകൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സർവേ ഉണ്ടല്ലോ, പാർട്ടി നടത്തിയ സർവേ പൊളിഞ്ഞുപോയി. നിങ്ങൾ തന്നെ എഴുതി, പാർട്ടിയുടെ സർവേയിൽ പാർട്ടി പ്രവർത്തകർ ജാഗ്രത കാണിച്ചില്ല, പാർട്ടി പ്രവർത്തകർ ജാഗ്രതയോടുകൂടി വീട് വീടാന്തരം കയറിയില്ല, അത് പൊളിഞ്ഞുപോയി. അപ്പോഴാണ് സർക്കാർ ജീവനക്കാരെ കൊണ്ട് സർവേ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. അതിനും സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വരാത്തപ്പോൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ NSSൻ്റെ വാളണ്ടിയർമാരെ കൊണ്ട് ഇപ്പോൾ സർവേ നടത്തുകയാണ്. എന്താ പറയുന്നത്? സർക്കാരിൻ്റെ നേട്ടങ്ങൾ എത്രമാത്രം ജനങ്ങളിലെത്തിയെന്ന് പരിശോധിക്കാൻ വേണ്ടി വീട് വീടാന്തരം ഇറങ്ങി സർക്കാരിൻ്റെ പ്രചാരവേലകൾ നടത്തുകയാണ്, പാർട്ടിയുടെ പ്രചാരവേലകൾ നടത്തുകയാണ്. കേരളത്തിൽ നിന്ന് പാർട്ടിയും ഗവൺമെൻറ്റും ഒന്നാണ്. പാർട്ടിയുടെ പ്രചാരവേലകൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ആദ്യത്തെ സംഭവമാണ്.